എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അരി ഉഴുന്ന് വെള്ളത്തിട്ടിരിക്കുകയായിരുന്നു നാളെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനൊന്ന് ആട്ടി വെക്കണം. ഇപ്പോൾ സമയം 9 മണിയായി. ഇനി ഇതും കൂടെ ചെയ്ത് വെച്ചാൽ ജോലികളൊക്കെ ഏകദേശം അങ്ങ് കഴിഞ്ഞോളും. അപ്പോൾ അതൊന്ന് ആട്ടി വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, അരി ഉഴുന്നും കൂടെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ട് ഉഴുന്ന് വെള്ളത്തിൽ ഇടാൻ നേരത്ത് ഉഴുന്നും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർത്തിടും. അത് ചേർത്തിട്ടിട്ട് നന്നായിട്ട് ഉഴുന്ന് കഴുകി വെച്ചിട്ട് കഴുകിയതിന് ശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് അതങ്ങനെ അങ്ങ് വെച്ചിരിക്കും. പിന്നീട് നമ്മളത് അരി അരയ്ക്കാൻ നേരത്ത് ഈ ഉഴുന്നിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരി ആട്ടണത്. അതിന് ശേഷം ആ അരിയും ഉഴുന്നും ഒക്കെ നല്ലതുപോലെ അരച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കും. പിന്നെ നമ്മൾ അതിൽ കൂട്ടത്തിൽ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. പറഞ്ഞു തന്നപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന നല്ല തണുത്ത ചോറും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കും. തലേ ദിവസമൊക്കെ നമുക്ക് ചോറ് ബാലൻസ് വന്നതിന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. ആ ചോറും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ആട്ടിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അരച്ചങ്ങ് വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. എത്രത്തോളം നമുക്ക് കൈ കൊണ്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഇതുപോലെ വെച്ചിരുന്നാൽ രാവിലെ ആകുമ്പോഴേക്കും നല്ല പതഞ്ഞ് പൊങ്ങിയിരിക്കും. നല്ല പുളിച്ച് പൊങ്ങിയിരിക്കുമെന്നാണ് പറയണത്. ഇനി അടുക്കളയും കൂടെ ഒന്ന് ഒതുക്കിയിട്ട് നേരെ പോയി കിടന്നുറങ്ങണം. ഇന്ന് ഒരുപാട് ജോലിയുള്ള ഒരു ദിവസമായിരുന്നു. ഈ ദിവസത്തിന് മുന്നേ ഉള്ള വ്ളോഗ് ആ ഞണ്ട് വാങ്ങിച്ചതും അതും ഇതും എല്ലാം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞണ്ട് ക്ലീൻ ചെയ്യണത് ഫേസ്ബുക്കിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ദിവസത്തിൻ്റെ ബാലൻസാണ് കേട്ടത് ഈ കാണിക്കുന്നത്. അപ്പോൾ ജോലിയൊക്കെ തീർന്ന് ഇനി അടുക്കള ഒന്ന് ഒതുക്കണം. പിന്നെ ഇനി ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചായിരുന്നു. ഇനി അരി ആട്ടിയതിൻ്റെ പാത്രങ്ങളല്ല, അതിൻ്റെ ജാറും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് കഴുകി വെക്കാനായിട്ട്. അതും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ അയ്യോ സമാധാനം. ഒരുപാട് ജോലിയുള്ള ഒരു ദിവസം അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റിട്ട് ഇനി എല്ലായിടവും ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിക്കൊണ്ടാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് പൊലയും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് വിളക്ക് കത്തിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരല്പം ലേറ്റായിട്ടാണ് ഉറക്കം എഴുന്നേൽക്കുന്നത്. ഇന്ന് എഴുന്നേറ്റപ്പോഴത്തേക്ക് 5:30 മണിയായി. അപ്പോൾ 5:30 മണി ഇപ്പോഴത്തെ സമയം അറിയാമല്ലോ, 6:15 6:15 ആകുമ്പോഴാണ് നന്നായിട്ടൊന്ന് നേരം വെളുത്ത് വരണത്. നല്ല മഞ്ഞുണ്ട് കേട്ടോ, പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമുക്കല്ലാതെ ഡേ സമയത്തൊക്കെ നല്ല ചൂടും തോന്നും. വെളുപ്പം രാവിലെ ആകുമ്പോഴേക്കും നല്ല തണുപ്പ്. അങ്ങനെ എല്ലാം അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കാനുണ്ട്. പിന്നെ തലേ ദിവസം കഴിച്ചതിൻ്റെതൊക്കെ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ രാത്രി വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരുമല്ലോ. അപ്പോൾ അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. എടുത്തൊക്കെ മാറ്റിയാൽ ചില ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കും എനിക്ക് വയ്യാൻ കഴിച്ചൊന്ന് കിടന്നാൽ മതിയെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചിലപ്പോൾ എടുത്ത് മാറ്റൂല. പിറ്റേന്ന് ഇനി അതെല്ലാം അടിച്ചു വാരിയിട്ട് ഞാൻ എന്തെന്ന് പറയുമ്പോൾ അങ്ങ് ഫ്രണ്ടിൽ ഇറക്കാൻ നോക്കൂല, അതിന് നേരെ അടിച്ചു വാരി പുറകുവശത്ത് കൊണ്ടുവരും. ഇനി അടുക്കളയും കൂടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാനുണ്ട്. മുന്നേക്ക് ഞാൻ എന്ത് ചെയ്യുന്നതെന്നറിയാമോ, കുളിച്ചതിന് ശേഷമായിരുന്നു അടിച്ചു വാരണത്. അപ്പോൾ എന്നെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുളിച്ചതിന് ശേഷം അടിച്ചു വാരാൻ പാടില്ല, അടിച്ചു വാരി തളിച്ചതിന് ശേഷമേ കുളിക്കാവൂന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ എല്ലാം എന്തു പറയാനായിട്ട് വീടിനകമൊക്കെ എല്ലാം അടിച്ചു വാരി ഇനി പുറം അടിച്ചു വാരാനുണ്ട്. എഴുന്നേൽക്കണ സമയത്ത് അപ്പുറത്തെ വീട്ടിൽ മഞ്ജു ചേച്ചിയുടെ അവിടെ നിന്ന് ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കും. കുക്കറിൽ ഓരോ കറികളൊക്കെ വെക്കണതിൻ്റെ തന്നെ. ആ ചേച്ചിക്ക് 4 മണിയാകുമ്പോഴേ എഴുന്നേൽക്കും. നമ്മുടെ ഈ ഏരിയയിൽ എല്ലാവരും അതിരാവിലെ എഴുന്നേൽക്കും കേട്ടോ. ചിലപ്പോൾ തലേ ദിവസം ഇനി എത്ര ലേറ്റായിട്ട് കിടന്നാലും അതിരാവിലെ എഴുന്നേൽക്കണവരാണ്. അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്തടുത്ത് വീടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിരാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയാലും അല്ലെങ്കിൽ രാത്രി ഒരു 11 മണി 12 മണിക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങിയാലും നമുക്ക് അങ്ങനെ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. എപ്പോഴും ഇങ്ങനെ ആളനക്കമൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് അങ്ങനെ അവിടെ പുറകു വശമൊക്കെ എല്ലാം അടിച്ചു വാരിയിട്ട് ഇനി ഫ്രണ്ടിലോട്ട് വന്ന് ഗേറ്റൊന്നും തുറന്നില്ല, ഗേറ്റ് പൂട്ടിയിട്ടൊക്കെയല്ലേ രാത്രി കിടക്കുന്നത്. ഇനി ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം ഗേറ്റൊക്കെ തുറന്ന് വീടിൻ്റെ ഫ്രണ്ടും മുൻവശമൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ തന്നെ അടിച്ചു വാരിയല്ലേ പറ്റുള്ളൂ. വേറെ ആരും വരൂലല്ലോ വൃത്തിയാക്കാനായിട്ട്. പിന്നെ വേറൊരു കാര്യമുള്ള, വേറെ ആരും വരൂല അത് പറയാൻ പറ്റില്ല. കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ആ റോഡിലുള്ള പുല്ലുകൾ ഫുള്ള് പുഴുതിടും. പക്ഷെ അവർ പുഴുത് അവിടെ കൂട്ടിയിട്ട് പോകും, അല്ലാതെ അവരത് ഇവിടെ കൊണ്ടുപോകാനായിട്ടാണ്. പിന്നെ നമ്മൾ തന്നെ അതിലൊന്ന് തീയൊക്കെ ഇട്ട് വൃത്തിയാക്കണം. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 5-6 ദിവസം മുന്നേ അവർ വന്ന് അവിടെ നിന്ന് പിള്ളേക്കെ എല്ലാം പുഴുത് വൃത്തിയാക്കിയിട്ടേക്കാണ് റോഡ്.
സത്യം പറഞ്ഞാൽ ഇതൊരു ഭയങ്കര വ്യായാമം കൂടെ ആണല്ലോ. രാവിലെ ഇതുപോലെ വീടിൻ്റെ 4 സൈഡും ഒക്കെ അടിച്ച് വാരി എല്ലാമൊക്കെ വരുമ്പോഴേക്കും അങ്ങനെ അടിച്ച് വാരലൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഇനി അവിടെ ഒന്ന് തുടയ്ക്കണം. അപ്പോൾ വീടിനകമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒന്നും തുടയ്ക്കില്ല കേട്ടോ, ഒരു 2-3 ദിവസം കൂടുമ്പോഴായിരിക്കും തുടയ്ക്കണത്. ചിലപ്പോൾ വിചാരിക്കും എല്ലാ ദിവസവും അങ്ങ് നന്നായിട്ട് തുടച്ചൊക്കെ ഇടണമെന്ന്. തുടച്ച് കഴിയുമ്പോഴേക്കുള്ള ആ ഒരു വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടല്ലോ, എന്ത് നല്ല ഭംഗിയായിട്ട് കിടക്കുമല്ലേ. നമ്മൾ വീട് നന്നായിട്ട് രാവിലെ തന്നെ അടിച്ചു വാരി വൃത്തിയാക്കിയ വിളക്കും കൊണ്ട് കത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു പോസിറ്റിവിറ്റി വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും അതിന് പറ്റണില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നേരം വെളുത്ത് ഇനി പല്ലൊക്കെ തേക്കണം. കേശൂരിന്ന് സ്കൂളിൽ പോകണം. അപ്പോൾ കേശൂരിന് അതിന് മുന്നേ സംഭവങ്ങളൊക്കെ എല്ലാം റെഡി ആക്കിയും വേണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. ഭയങ്കര ഒരു ഫ്രഷ്നെസ് തോന്നും. പ്രത്യേകിച്ച് നമ്മൾ അതിരാവിലെ കുളിച്ചാൽ നമുക്കൊരു വല്ലാത്ത എനർജിയാണ് കേട്ടോ, ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അച്ഛനും മോനും അവിടെ ഉറക്കം എഴുന്നേറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ കേശുവിന് ഉറക്കം എഴുന്നേറ്റ് ഉടനെ എന്തെങ്കിലും കാര്യങ്ങളിലോട്ടൊന്ന് അവൻ്റെ ശ്രദ്ധ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ടാൽ ആൾ ഭയങ്കരമായിട്ട് അങ്ങ് ഉഷാറായിക്കോളും. ഇല്ലെന്നുണ്ടെങ്കിൽ ചടഞ്ഞുകൂടിയിരിക്കും. അച്ഛനും മോനും കൂടെ ചടഞ്ഞുകൂടിയിരിക്കും. എത്ര പറഞ്ഞാലും അച്ഛനും കേൾക്കില്ല, മോനും കേൾക്കില്ല. ഞാനും ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ, നിങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി എന്തെങ്കിലും ചെയ്യാൻ മനുഷ്യർ അത് പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോഴെൻ്റെ അടുത്ത് ദേഷ്യം വരും. പിന്നെ ഞാനിപ്പോൾ എന്തോ ചെയ്യാനും ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയാനും പോകില്ല. അതുപോലെ തന്നെ കേശുവും അച്ഛനെ ചൊതുങ്ങിയിരിക്കും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുക്കുറ്റി നിൽപ്പുണ്ടല്ലോ, നല്ല നല്ല എഫക്റ്റ് ആവണുണ്ട് കേട്ടോ. മുക്കുറ്റി ചാന്ത് തൊടുമ്പോഴേക്ക് ആ മുക്കുറ്റിയുടെ നീര് ഒരല്പം ഒന്നിങ്ങനെ നമ്മൾ കുടിക്കണത് നല്ലതാണെന്നാണ് പറയണത്. നല്ലതാണ്. പക്ഷേ എനിക്ക് അതിന് ഒരിത് വരണില്ല. എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര മടിയാണ്. ഒന്നാമത് എനിക്ക് ഗുളിക കഴിക്കാനും ഇങ്ങനെ മരുന്ന് കുടിക്കാൻ ഗുളിക കഴിക്കാനൊക്കെ ഞാൻ ഭയങ്കര മടിയുള്ള ആളാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. അപ്പോൾ ഇനി തൊട്ട് ഒരല്പം മുക്കൂറ്റി ചാന്ത് കുടിക്കാനായിട്ട് നോക്കണം. ഞാൻ പറയണത് കേട്ടിട്ട് ആരും മുക്കൂറ്റി ചാന്ത് കഴിക്കാനോ കുടിക്കാനോ ഒന്നും നിൽക്കരുത്. നിങ്ങളുടെയൊക്കെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ അതൊക്കെ ചെയ്യാവൂ. നമ്മൾ പറയുന്ന കൂട്ടത്തിൽ അതിനൊക്കെ അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞു പോണതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് നമ്മളെന്താണോ, നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണോ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അകത്തോട്ട് എന്തെങ്കിലും കഴിക്കുന്ന കാര്യങ്ങൾ പറയണത് ചെയ്യാവും. പിന്നെ ഈ മുക്കൂറ്റി കുറി തൊടണമെന്ന് ഒരു പ്രശ്നവുമില്ല, ആർക്ക് വേണോ ചെയ്യാം. മീൻകാരന്മാർ വരണുണ്ട് കേട്ടോ. ഒരു 6 മണിയാകുമ്പോൾ തൊട്ട് മീൻകാർ വന്നു തുടങ്ങി. ഇന്ന് പിന്നെ മീൻ വാങ്ങണില്ല. ഇന്നലെ വാങ്ങിച്ച് ഞണ്ടിൻ്റെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ആകുമ്പോഴേക്കും എല്ലാ ദിവസവും നമുക്ക് മീനില്ലാതെ പറ്റൂല, അത് വേറൊരു കാര്യം. പക്ഷേ ഞണ്ടൊക്കെ ഇരിക്കുകയല്ല, അതുകൊണ്ട് ഇന്ന് മീൻ വാങ്ങിക്കേണ്ടതെന്ന് വിചാരിച്ചു. ഉച്ചത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ഞണ്ട് ഇരിപ്പുണ്ട്, പിന്നെ മുട്ട ഇരിപ്പുണ്ട്. ഇല്ലെങ്കിൽ ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഒക്കെ ആക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോഴേക്ക് കേശു ഉറക്കം എഴുന്നേറ്റ് വന്ന് കേശുവിൻ്റെ അച്ഛനോടെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കേശു നേരത്തെ ഉറക്കം എഴുന്നേറ്റ് ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കവിടെ പെരിച്ചാഴി ഇങ്ങനെ തോണ്ടി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, കേശു ഓടി വാ, പെരിച്ചാഴി തോണ്ടി വെച്ചിട്ട് പെരിച്ചാഴി ഇറങ്ങി വന്ന് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടത് കേശു ചാടി കൂട്ടി എണീച്ച് അവിടെ വന്നിരുന്നിട്ട് ആ കസേരയിൽ വന്നിരുന്ന് പല്ല് തേക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ആ കസേരയിൽ വന്നിരുന്ന് പല്ല് തേക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, മോൻ പല്ല് തേച്ചുകൊണ്ടിരുന്ന് നോക്ക്. അപ്പോഴേക്ക് ആ സൗണ്ട്, പല്ല് തേക്കുന്ന സൗണ്ട് കേട്ടും കൊണ്ട് പെരിച്ചാഴി തലയിട്ട് നോക്കുമെന്ന്. അങ്ങനെ എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഇതിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അവനൊരു 7:15 വരെ അങ്ങനെ അങ്ങിരിക്കും. അപ്പോൾ അപ്പോഴേക്ക് അമ്മ എഴുന്നേറ്റ് വന്ന് ചായ ഇട്ട് കേശുവിനുള്ള പാല് കാച്ചി വെച്ച് കേശുവിന് കഴിക്കാനുള്ള മുട്ട അവിച്ച് വെച്ച് അതെല്ലാം അമ്മ ചെയ്ത്. അപ്പോൾ ഇനി ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കണം. അപ്പോൾ ഇനി ഞാൻ കുളി കഴിഞ്ഞൊക്കെ വന്ന് അതിന് ശേഷമാണ് സാമ്പാറിനുള്ള തോരൻ പരിപ്പെല്ലാം അടുപ്പിൽ വെച്ചത്. പിന്നെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കണം. പക്ഷേ സാമ്പാറിനുള്ള മലക്കറി ഒന്നും സ്റ്റോക്കില്ല. മലക്കറി എന്ന് പറഞ്ഞാൽ പച്ചക്കറി, ഇതൊന്നും സ്റ്റോക്കില്ല. എല്ലാ വെജിറ്റബിളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉള്ളത് കൊണ്ടൊരു സാമ്പാർ, നമ്മളങ്ങനെ തട്ടിക്കൂട്ട് സാമ്പാറൊക്കെ വയ്ക്കും കേട്ടോ. നമുക്ക് എല്ലാ വെജിറ്റബിളും ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പാർ വയ്ക്കൂ, അവിയൽ വയ്ക്കൂ, അങ്ങനെയുള്ള യാതൊരു നിർബന്ധവും ഇല്ല. എന്താണോ ഉള്ളത് അതുകൊണ്ടൊരു സാമ്പാർ, അത്രയേ ഉള്ളൂ.
പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ മിക്ക ദിവസവും ഇഡലിയൊക്കെ തന്നെയല്ല, ഇഡലി അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇടിയപ്പം, ഇതൊക്കെ ആണെങ്കിൽ മാത്രമേ കേശു കഴിക്കുകയുള്ളൂ. മോന് സ്കൂളിൽ കൊടുത്തു വിടാനും ഇതാണ് കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ അതുകൊണ്ടാണ് മിക്കവാറും ഇതൊക്കെ തന്നെ ആക്കണത്. ഇനി എന്താ ഇത് നമുക്ക് കഴിക്കാനുള്ള ഇഡലിയാണ്. കേശുവിന് കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഒരു കുഞ്ഞൻ ഇഡലി ഉണ്ടാക്കും. ഒരു 3-4 കുഞ്ഞൻ ഇഡലി ഉണ്ടാക്കുമ്പോഴേക്ക് അത് മോന് കൊടുത്തു വിടാനും പറ്റും. അങ്ങനെ ഇഡലി ഉണ്ടാക്കി എളുപ്പപ്പണിയല്ലേ. അതങ്ങോട്ട് മാവ് കോരി ഒഴിച്ചങ്ങ് അടച്ചു വെച്ചിരുന്നാൽ മതിയല്ലോ. ഇഡലി അവിടെ ഇരുന്ന് പിന്നെ നമ്മളെ സഹായമൊന്നും വേണ്ട, അത് അവിടെ ഇരുന്ന് അങ്ങ് തനിയെ വെന്ത് വന്നോളും. അങ്ങനെ ഉപ്പ് തീർന്നിരിക്കുകയായിരുന്നു. ഉപ്പ് തീർന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ടിന്നിലിട്ട് വെച്ചിരിക്കുന്ന ഉപ്പുണ്ടല്ലോ, ഞാനൊരു ഭരണിയിലാണ് ഉപ്പിട്ട് വെച്ചിരിക്കുന്നത്. അത് ഏകദേശം കഴിഞ്ഞ് 2 ഭരണി വെച്ചിട്ടുണ്ട് ഉപ്പിടാനായിട്ട്. ഒന്ന് ഒരു വലിയ ഭരണിയും പിന്നെ ഒരു കുഞ്ഞൻ ഭരണിയും. അപ്പോൾ ഉപ്പ് പൊട്ടിച്ചിട്ട് ആ വലിയ ഭരണിക്കകത്തിട്ട് വെച്ചിട്ട് കുഞ്ഞൻ ഭരണിയിലിട്ട് വെച്ചിട്ട് ബാക്കി വരുന്നത് വലിയ ഭരണിക്കകത്താക്കി വെക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഈ കുഞ്ഞൻ ഭരണിയിലുള്ളതാണ് നമുക്ക് കൈവാക്കിന് വെച്ചിരിക്കുന്നത്. എപ്പോഴും എടുക്കാൻ കണക്കാക്കി ഈ വലിയ ഭരണിയിലുള്ളത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ ആ ഉപ്പൊക്കെ മാറ്റി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ തന്നെ കല്ലുപ്പ് നമ്മളിങ്ങനെ വീട്ടിൽ വെച്ചിരിക്കുന്നത് കുറച്ചൊരു ഐശ്വര്യമാണെന്ന് പറയും. കല്ലുപ്പിൽ ലക്ഷ്മീവാസം ഉണ്ടെന്നാണ് പറയണത്. അതുകൊണ്ടാണ് നമ്മൾ പറയാറില്ലേ ഉപ്പൊന്നും മുട്ടാൻ പാടില്ല എന്ന് പറയും. അതൊക്കെ എന്തോ ആവട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ കല്ലുപ്പ് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ കല്ലുപ്പ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ കണക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ കല്ലുപ്പ് വാങ്ങിച്ചിട്ട് അതിനെ അങ്ങ് പൊടിച്ചെടുക്കും. മിക്സിയിലെ ജാറിലിട്ട് ചിലപ്പോൾ പൊടിച്ചെടുക്കും, അല്ലെങ്കിൽ ഈ പൊടിയുപ്പ് വാങ്ങും. അങ്ങനെ നമ്മൾ സൗകര്യത്തിന് എങ്ങനെയാണോ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇന്ന് സാമ്പാർ വയ്ക്കുന്നത് എന്തൊക്കെ കൊണ്ടാണെന്ന് അറിയാമോ? ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു സവാള ഇട്ടിട്ടുണ്ട്, പിന്നെ ഇട്ടത് പച്ചമുളക് ഇട്ടില്ല, ഉരുളക്കിഴങ്ങും സവാളയും കൂടെ മാത്രം ഇട്ട് അത് തോരമ്പരിപ്പ് വേവിച്ചു. അതിനുശേഷം ഉരുളക്കിഴങ്ങും സവാളയും കൂടെ വേവിക്കാനായിട്ട് അതും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിലിനി തക്കാളിയും പച്ചമുളകും മാത്രമേ സ്റ്റോക്കുള്ളൂ. അപ്പോൾ തക്കാളിയും പച്ചമുളകും കൂടെ ഒന്ന് എണ്ണയിൽ വഴറ്റി അങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ നമ്മളെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡിയായി. ഇന്ന് രാവിലെ ഒരു പെരിച്ചാഴി കഥ എൻ്റെ നാവിൽ വന്നതുകൊണ്ട് കേശു രാവിലെ തന്നെ പല്ലൊക്കെ തേച്ച്, പെരിച്ചാഴിയെ കാണിക്കാൻ വേണ്ടിയേ പല്ലൊക്കെ തേച്ച് നല്ല കൊച്ചായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവിടെ വെളിയിലിരുന്ന് തന്നെ പാല് കൊടുത്തത്, പാലൊക്കെ പെരിച്ചാഴി കാണാൻ വേണ്ടി കുടിച്ച് അങ്ങനെയൊക്കെ നല്ല മോനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കണം. ഇഡലിയും സാമ്പാറും കൂടെ ഉണ്ടെങ്കിൽ ചേട്ടന് ചമ്മന്തി കൂടെ ഇട്ടിരുന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു വെള്ള ചമ്മന്തി അരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ ആകുമ്പോൾ തിരുവി തന്നായിരുന്നു. പിന്നെ പച്ചമുളകും ഇഞ്ചിയും കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് പോണത്. പിന്നെ ഞാനൊരു വെണ്ട അവിടെ നട്ടിട്ടുണ്ടായിരുന്നുണ്ട്. വെണ്ട നട്ടതല്ല, എങ്ങനെയോ അവിടെ കിടന്ന് പൊടിച്ചതാണ്. അതിലിപ്പോൾ ഒരു 2 വെണ്ടയ്ക്ക് അതിൽ നിൽപ്പുണ്ടായിരുന്നു. ഒരെണ്ണം മുറ്റിപ്പോയി. കുറേ നാളായി ഞാനതിനെ ഒടിച്ച് കളയും, അത് വീണ്ടും വളർന്നു വരും. നമ്മളിങ്ങനെ മൈൻഡ് ചെയ്തിട്ടിരിക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെയാണല്ലോ. നമ്മളതിന് വെള്ളവും വളവുമൊക്കെ കൊടുത്ത് കണ്ണേ കയ്യേ പൊന്നേ പോറ്റിയെന്ന് പറഞ്ഞ് നോക്കിയിരുന്നെന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും കായ്ക്കൂല. ഇത് ഞാൻ എത്ര പ്രാവശ്യം ഈ സംഭവം ഒടിച്ച് കളഞ്ഞെന്നാണ്. അത് വീണ്ടും അതിൽ നിന്ന് തിളിർത്ത് വന്നിട്ട് അതിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ 2 വെണ്ടയ്ക്ക് ഇതാ നല്ല ഫ്രഷായിട്ട് ഓർഗാനിക്കായിട്ടുള്ള 2 വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്ത്. അപ്പോൾ കടുക് താളിച്ചിട്ട് കടുക് വറുത്തത് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് കറിവേപ്പിലയിട്ടില്ല കടുകിട്ട് കൊച്ചുള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്ത് വറ്റൽമുളകിട്ട് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്ത് പിന്നെ ആ വെണ്ടയ്ക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി തക്കാളിയും കൂടെ കട്ട് ചെയ്ത് അതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ആ സാമ്പാർ ഏകദേശം ഇരിക്കുകയല്ലേ, തോരൻ പരിപ്പും അതുപോലെ തന്നെ സവോളയും ഉരുളക്കിഴങ്ങും ഇട്ട സാമ്പാർ ഏകദേശം ആയിട്ടുണ്ട്. ആ സാമ്പാറിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് എടുത്താൽ നല്ല കിടിലൻ സാമ്പാർ അവിടെ റെഡിയാവും. എല്ലാ വെജിറ്റബിൾ ഇട്ടാൽ മാത്രമേ സാമ്പാർ ആവോളൊന്നൊന്നുമില്ല. അപ്പോൾ ഇതാ കേശുവിനുള്ള കുഞ്ഞൻ ഇഡലി അവിടെ റെഡിയായി. അതിനെ ഇനി പാത്രത്തിലോട്ട് മാറ്റണം. 4 ഇഡലി വെക്കും കേട്ടോ, കുഞ്ഞൻ ഇഡലി അല്ലേ, അപ്പോൾ 4 എണ്ണം വെക്കേണ്ട ഒരു സമാധാനത്തിന്. മിക്കവാറും 3 എണ്ണം കഴിക്കും. പിന്നെ ഇന്ന് കേശുവിന് സാമ്പാർ കൊടുത്തില്ല, ചമ്മന്തിയാണ് കൊടുക്കുന്നത് കേട്ടോ. ആ വെള്ള ചമ്മന്തി അരച്ചില്ലേ, അപ്പോൾ അതുകൂടെ അങ്ങ് വെച്ച് കൊടുത്താൽ. കേശുവിന് രാവിലെ മോർണിംഗ് സ്നാക്സായിട്ട് മുന്തിരിയാണ് കൊടുത്തത്, ഗ്രേപ്സാണ് കൊടുത്തത്. ഉച്ചത്തേക്ക് ലഞ്ചായിട്ട് ഈ സാമ്പാറല്ല ഇഡലി ചമ്മന്തിയും. ഈവനിങ് സ്നാക്സായിട്ട് കൊടുത്തത്
ബിസ്ക്കറ്റായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റല്ല, ചിപ്സായിരുന്നു ഇന്ന് കൊടുത്തത്. അപ്പോൾ അതൊക്കെ എല്ലാം റെഡിയായി. ഇനി കേശുവിനെ അവിടെ ഞാൻ ഇതിനിടയ്ക്ക് ഓടിപ്പോയി കേശുവിനെ മേലൊക്കെ കഴുകി ബാക്കി ഡ്രസ്സൊക്കെ ഇനി ചേട്ടൻ ഇട്ട് കൊടുത്തോളും. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇവിടെയൊക്കെ അടിച്ച് വാരിയില്ലേ, ആ അടിച്ച് വാരി വന്നിട്ട് കേശുവിൻ്റെ യൂണിഫോമും തേച്ച് വെച്ചതിന് ശേഷമാണ് കുളിക്കാനായിട്ട് പോയത്. അപ്പോൾ ഇനി കേശുവിനെ അന്ന് ഒരുക്കി വിടുന്ന കാര്യം മാത്രമേ ചേട്ടനുള്ളൂ. അപ്പോൾ ഇനി ഇഡ്ഡലിയൊക്കെ റെഡി ആയിരിക്കുകയല്ലേ, അതിനെ ഒരു കാസറോളിലോട്ട് മാറ്റി സാമ്പാർ ഈ ഒരു കാസറോളിലോട്ട് മാറ്റി. ഇനി കേശുവിനെ കൊണ്ട് സ്കൂളിലാക്കണം. അപ്പോൾ ഇനി എനിക്ക് പോയി റെഡി ആവാനുണ്ട്, കേശുവിനെ സ്കൂളിലാക്കണം. സ്കൂളിലാക്കി വന്നതിന് ശേഷമാണ് കാപ്പി കുടിയും കാര്യങ്ങളെല്ലാം. ഒരു 8 മണിയാവാറാകുമ്പോൾ 7:50 7:55 ആകുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങും. പിന്നെ ഇതാ കുറച്ച് മല്ലിയിലയും കൂടെ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുകയാണേ. മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതങ്ങ് അടച്ച് വെച്ച് ഇനി കേശുവിനെ കൊണ്ട് സ്കൂളിലോട്ട് പോകണം. കേശു പിന്നെ ഇറങ്ങിയാൽ കണ്ട കാക്കയോടും പൂച്ചയോടും ഒക്കെ സംസാരിച്ചിട്ടേ അവ ഇറങ്ങുള്ളൂ. അപ്പോൾ അവിടെ പട്ടികൾ കിടക്കായിരുന്നു. അപ്പോൾ അവരോടൊക്കെ നീക്ക് സ്കൂളിൽ പോകണില്ല എന്നാണ് കേശു ചോദിച്ചത് അവിടെ എന്നിട്ട് ഓടി വന്നത് ആ വണ്ടിയിൽ കയറി. ഇനി നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരാം. സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ഒരു 8:15 തിരിച്ച് വീട്ടിലെത്തും. അല്ലെങ്കിൽ അറിയാലോ, ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, ഇവിടെ നിന്ന് നേരെ കടയിലോട്ടാണ് പോണത്. ഇപ്പം ഞാൻ അങ്ങനെ അധികം കടയിലോട്ട് പോവാറില്ല. മെനങ്ങാന്നാണ് പോയത്. പിന്നെ കുറേ ദിവസമായി. പിന്നെ ആ കട ക്ലീൻ ചെയ്യാനായിട്ടും പോയി. അങ്ങനെ ഞങ്ങൾ കേശുവിൻ്റെ സ്കൂളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും